നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണ്. എത്ര ഉന്നതനായാലും ശരി, എത്ര കോടീശ്വരനായാലും ശരി, ഈ രാജ്യം തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള പൈസ കയ്യിലുണ്ടെങ്കിലും ശരി, കേരളത്തിന് കിട്ടേണ്ട, സർക്കാരിന് കിട്ടേണ്ട അംഗീകാരം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുത്തു തന്നെ മുന്നോട്ട് പോകണം. ആരും സർക്കാരിന്റെയോ കേരള സംസ്ഥാനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചവിട്ടി നിന്നുകൊണ്ടുള്ള നൃത്തം അത് വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. ഇനി എത്ര തന്നെ കോടീശ്വരനായാലും ശരി, അത്രയും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പോവുകയാണ് വി ഡി സതീശൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാലും അന്തിമ നിലപാടിലേക്ക് പോയിട്ടില്ല. അന്തിമ നിലപാട് എന്താകുമെന്ന് നിർണായകമാണ്. അതായത് ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മതം അത് സർക്കാരിനോട് ചോദിക്കുകയോ പറയോ ചെയ്തിട്ടില്ല. പറയാതെ അടുത്തരത്തിലുള്ള ഓഹരി വിപണി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ആലോചിക്കുക, വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ വീട്ടിലെ കുറച്ച് സ്ഥലം ഒരാൾക്ക് നമ്മൾ കടമായി കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ അവിടെ ഒരു പണി ചെയ്യുന്നു. ആ വീടിന്റെ ഉടമസ്ഥയെ അറിയാതെ അല്ലെങ്കിൽ ആ സ്ഥല ഉടമസ്ഥയെ അറിയാതെ അയാൾ വേറെ കുറെ ആളുകളെ അതിലേക്ക് പണം നിക്ഷേപിക്കാനായി വിളിക്കുന്നു. അപ്പോൾ വി ഡി സതീശൻ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഉടമസ്ഥനോട് കൂടി ഒന്ന് സംസാരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉടമസ്ഥനോട് ഒരു അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം അവിടെ മറ്റ് ഓഹരിക്ക് അല്ലെങ്കിൽ ഓഹരി വിപണി ഓഹരി നിക്ഷേപത്തിന് ആളെ കൂട്ടിയാൽ മതിയായിരുന്നു എന്നാണ് കടുത്ത നിലപാടാണ് വി ഡി സതീശൻ എടുത്തിരുന്നത്. എന്തായാലും ഇനി ആലോചനകൾക്ക് ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകൂ എന്ന് വ്യക്തമാകുന്നു. എന്തായാലും ഈ വിവാദങ്ങളിൽ നിയമപരമായ വ്യക്തത വരുത്തി അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിക്കുകയാണ്. തുറമുഖം വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരികൾ വിൽക്കാൻ നിലവിലെ കരാർ പ്രകാരം വ്യവസ്ഥയുണ്ടെന്നും അതിനാൽ MSE കമ്പനിക്ക് 49% ഓഹരികൾ കൈമാറുന്നതിൽ യാതൊരുവിധ നിയമവിരുദ്ധതയും ഇല്ലെന്നുമാണ് അദാനി ഗ്രൂപ്പ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ ഘടക MDക്ക് അപേക്ഷ നൽകിയത്. ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് സർക്കാരിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കമ്പനിയുടെ അടിയന്തര നീക്കം വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ആദ്യം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് അറിയിക്കേണ്ടതെന്നും അവിടെ നിന്നുള്ള തത്വത്തിലുള്ള അനുമതി ബുധനാഴ്ച ലഭിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിച്ചത് എന്നും അദാനി ഗ്രൂപ്പ് വിശദീകരിക്കുന്നു. അദാനി ലീഗൽ വിഭാഗത്തിന്റെ കൃത്യമായ നിയമ ഉപദേശം തേടിയ ശേഷമാണ് കത്ത് കൈമാറിയത്. ആഗോള കപ്പൽ ഗതാഗത ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഉപസ്ഥാനമായ ഈ മുൻഡി ലിമിറ്റഡ് ആണ് വിഴിഞ്ഞത്തിന്റെ 49% ഓഹരികൾ സ്വന്തമാക്കുന്നത്. ഏകദേശം 13,270 കോടി രൂപയുടെ ഈ വൻകിട വിദേശ നിക്ഷേപത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും തുറമുഖത്തിന്റെ ഭാവി വികസനം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരിന്റെ ഇനിയുള്ള നിലപാട് ഈ വിഷയത്തിൽ അതീവ നിർണായകമാണ്. 2015 ഓഗസ്റ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കൺസ്ട്രക്ഷൻ കരാർ പ്രകാരവും പിന്നീട് ഒപ്പുവെച്ച സപ്ലിമെന്റ് കരാർ പ്രകാരവും വാണിജ്യ പ്രവർത്തനം തുടങ്ങിയ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഓഹരി പങ്കാളിത്തത്തിൽ മാറ്റം വരുത്താൻ സ്വകാര്യ പങ്കാളിക്ക് അവകാശമുണ്ട്. 2024 നവംബറിൽ ഒപ്പുവെച്ച സപ്ലിമെന്ററി കരാർ അനുസരിച്ച് കാലതാമസങ്ങൾ സർക്കാർ മാപ്പാക്കുകയും കൺസെഷൻ കാലാവധി 2060 വരെ ദീർഘിപ്പിച്ച് നൽകുകയും ചെയ്തിരുന്നു. നിലവിലെ ഓഹരി ഘടനയിൽ നിർണായക മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാണെന്ന വ്യവസ്ഥ പാലിച്ചാണ് അദാനി ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ഇത്തരം നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കർശനമായി വ്യക്തമാക്കിയിരുന്നു. അദാനി ഗ്രൂപ്പും ഷിപ്പിംഗ് കോർപ്പറേഷൻ പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ നിഗമനം. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി അതിനെ അപേക്ഷ ലഭ്യമായ സാഹചര്യത്തിൽ സർക്കാർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ വ്യവസായ മേഖലകളിൽ നോക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കൺസ്ട്രക്ഷൻ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതിലൂടെ നിയമപരമായ തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ലെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടൽ. മുൻപ് വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ അപേക്ഷയിന്മേൽ വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമേ സർക്കാർ അന്തിമ തീരുമാനം എടുക്കൂ. ഏതായാലും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ ആഗോള ഹബ്ബാക്കി മാറ്റാൻ ഉതകുന്ന 13,000 കോടിയിലധികം രൂപയുടെ വിദേശ നിക്ഷേപ പണം സർക്കാരിന് മുന്നിലെത്തിയതോടുകൂടി പന്ത് ഇനി വി ഡി സതീശൻ സർക്കാരിന്റെ കോർട്ടിലാണ്. വികസന താൽപര്യങ്ങളും കരാർ വ്യവസ്ഥകളും മുൻനിർത്തി വരും ദിവസങ്ങളിൽ സർക്കാർ ഇതിൽ അനുകൂലമായ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനയാണ് വരുന്നത്. വിഴിഞ്ഞത്തെ അദാനി MSE ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ അനുമതി വിശദമായ പഠനത്തിന് ശേഷം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്തായിരിക്കും തീരുമാനം.
അതേസമയം സർക്കാരുമായുള്ള കരാർ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് അദാനി ഗ്രൂപ്പ്. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാം എന്നതാണ് കരാറെന്ന് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നു. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത് 2024 ഡിസംബർ 24-നാണ്. കഴിഞ്ഞ ഡിസംബറോടെ വിൽപ്പനയ്ക്ക് അവകാശം ആയെന്ന് അദാനിയുടെ വാദവും വരുന്നു. എന്തായാലും തുറമുഖ ഓഹരി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി സർക്കാരിന്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും MD-ക്കും ആണ് കത്ത് നൽകിയത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടും. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ 49% ഓഹരി MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL സ്വന്തമാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 27,000 കോടി രൂപ മൂല്യമുള്ളതാണ് ഇത്. TIL ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റർമാരിൽ ഒരാളാണ്. 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകളും പ്രതിവർഷം 70 ദശലക്ഷത്തിലധികം TEU ചരക്കു നീക്ക ശേഷിയും TIL-നുണ്ട്. MSCയുമായുള്ള പങ്കാളിത്തം പ്രധാന ആഗോള വിപണികളിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. മുദ്ര, എന്നൂർ തുറമുഖങ്ങളിലും അദാനിയും MSCയും തമ്മിൽ സഹകരണമുണ്ട്. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി. എന്നാൽ MC അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഷെയർ കൈമാറ്റം മാധ്യമ വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഭയിൽ വിഴിഞ്ഞം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. സർ, ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല.